ഹലോ എവ്രി വൺ. ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ്. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓയിൽ ഫ്രീ റെസിപ്പിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. പൊതുവേ നമ്മൾ പിസ്സ ആക്കുമ്പം വലിങ്ങനെ ഒരു മീഡിയം സൈസ്, പക്ഷേ ഈ തരം പിസ്സ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് എന്ന് പറയുന്നത് ബേക്കിംഗ് ടൈം കുറച്ച് സമയം എടുക്കും. ചെറിയ കുഞ്ഞി പിസ്സ, മിനി പിസ്സ എന്ന് തന്നെ പറയാം. ആ പിസ്സ അങ്ങനെ ആക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഈസ്റ്റും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊരു സോഫ്റ്റ് ഡഫാണ് ആക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഈസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. പുതിയ ഈസ്റ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഡഫാക്കുക. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറിയ ചൂടിലെ പാലാണ് എടുക്കുന്നത്. അപ്പം ഇത് അളവ് എന്ന് പറയുന്നത് 3 കപ്പ് പൊടിക്ക് 1 കപ്പ് ചെറിയ ചൂടിലെ പാല്, ഒരേ കപ്പ് അളവാണ്. നിങ്ങൾ ഏതാ പൊടിയെടുക്കാൻ അളവ് ഏതെടുത്ത ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ തന്നെ പാലും എടുക്കുക. എന്നിട്ട് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല സ്റ്റിക്കി ഡഫായിട്ട് വരും. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിങ്ങനെ പൊങ്ങി വരുന്ന വരെ അത് നിങ്ങൾ എന്നിട്ട് കവർ ചെയ്തിട്ട് അതൊന്ന് പൊങ്ങി വന്ന ആ ഒരു ടൈമിനാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ആ ഒരു ടൈമിന് നോക്കിയിട്ട് നമ്മൾ ഫില്ലിംഗ് എല്ലാം റെഡിയാക്കാം. ഇപ്പോൾ ഞാൻ പിസ്സ സോസ് ഹോം മെയ്ഡാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 തക്കാളിയും 1 ഉള്ളിയും കൂടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈങ് പാനിൽ, നിങ്ങൾ ഏതാ പാത്രം അത് പാനിൽ ഇങ്ങനെ സോട്ടേ ചെയ്ത് കൊടുക്കാം. അധികം കുക്ക് ചെയ്യൊന്നും ചെയ്യേണ്ട, കാരണം ഇത് ഓൾറെഡി ഞങ്ങൾ ഇനിയും പിസ്സ ആക്കുമ്പോൾ അത് കുക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ടീസ്പൂണ് ഓറിഗാനോ, ജീരകപ്പൊടിയും ഉപ്പും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ റെഡ് ചില്ലി പൊടിയും, റെഡ് ചില്ലി ഫ്ലേക്സാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റെഡ് ചില്ലി പൊടിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കെച്ചപ്പാണ്. കെച്ചപ്പും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ബാലൻസ് ആയിട്ട് കിട്ടും. ഇതിൻ്റെ ടേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അത് മതിയാവും. ഇനി പിന്നെ എരിവും പുളിയും ഒക്കെ ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ മസാലപ്പൊടിയിൽ നിന്ന് ചേർക്കുന്നത് 1 ടീസ്പൂൺ ടെർമറിക് പൊടി മാത്രമാണ്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് സൈഡാക്കി ഒന്ന് തണിയാൻ വെക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടോടെ നമുക്ക് അരക്കാൻ കഴിയില്ലല്ലോ, അപ്പോൾ അതൊന്ന് സൈഡാക്കി വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഒരു 500 ഗ്രാം ചിക്കനും ഉപ്പും മുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ കൂടുതൽ ടൈം ഒന്ന് മാരിനേഷന് വെക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് തോന്നി. ഇനി നിങ്ങൾക്ക് മാരിനേറ്റ് ആക്കി വെക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ജസ്റ്റ് ആയി വരുന്നവരെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ മാവ് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവും ജസ്റ്റ് നോക്കിയിട്ട് നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു 13-12 ഉരുളകളാക്കി എടുക്കുക. നമ്മൾ ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോ ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ എടുക്കുന്നില്ല, അത്ര സൈസിലെ ഉരുളകളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടവൽ എടുത്തിട്ട് പിന്നെ ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കണം. ഇതിനെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഒരു 15 മിനിറ്റെങ്കിലും വെച്ചാൽ മതി. അന്നേരത്തെ നല്ല സോഫ്റ്റായിട്ട് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. നേരത്തെ വെച്ചതുപോലെയല്ല, കുറച്ചും കൂടി പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇത് ഒരു നടുക്ക് ഒരു ചെറുങ്ങനെ ഒരു എന്താ പറയുക, ഡിപ്രഷൻ പോലെ ആക്കി കൊടുക്കാൻ വേണ്ടി, ഒരു കുഴി പോലെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഗ്ലാസ് മതി. ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്, സാധാരണ നോർമൽ ഗ്ലാസ് എടുത്താൽ മതി. അതിൻ്റെ അടിഭാഗം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ടില്ല, ഒരു ചെറിയൊരു ഡിപ്രഷൻ പോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ അങ്ങനെ എല്ലാ ഉരുളകളും നമ്മൾ അങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിംഗ് ആണ് ഇതിൽ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം പൊങ്ങുന്നതുകൊണ്ട് നമ്മൾ സ്പീഡായിട്ട് തന്നെ ഇത് ചെയ്യേണ്ടി വരും, കാരണം ഇത് കുറച്ചും കൂടി വേഗം പൊങ്ങും. അപ്പോൾ എല്ലാം ഇങ്ങനെ ഡിപ്രഷൻ പോലെ ഒരു കുഴി പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മളിത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഞാൻ കത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഹോൾസ് ആക്കി കൊടുക്കുന്നുണ്ട്, കാരണം ബേക്ക് ചെയ്യുമ്പം അതിങ്ങനെ ബലൂൺ പോലെ പൊന്തിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ആകാൻ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. കാരണം ഇപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ ആ കുഴിയൊക്കെ ഒന്ന് കുറച്ചും കൂടി പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിപ്രഷൻ ആക്കിയിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച പിസ്സ സോസ് ഉണ്ടല്ലോ, അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അളവാണ്. ഈ പിസ്സ സോസ് എല്ലാം കൂടിയിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇത് ഫിൽ ചെയ്ത് ജസ്റ്റ് നമ്മൾ എരിവും പുളിയെല്ലാം നല്ല കറക്റ്റ് അളവാണ് പിസ്സ സോസിൻ്റെത്. അപ്പം ഇതിൽ ആദ്യം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ചിലർക്ക് നല്ല എരിവാണെങ്കിൽ ഇതിൻ്റെ കണക്കായിട്ടുള്ള മുളക് പൊടിയായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം ഇത് ഞാൻ നോർമൽ ഒരു എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള പിസ്സ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടമില്ല, നമുക്ക് ഇതെല്ലാം ടോപ്പ് വേണ്ടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ചിക്കൻ പീസസ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ, അതും ക്യാപ്സിക്കും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ചീസും എല്ലാം ഇട്ട് കൊടുത്തിട്ട്
ചീസ് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. കാരണം എല്ലാ ചീസാണല്ലോ മെയിൻ പീസിൻ്റെത്. അപ്പം ഞാൻ നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ബേക്ക് ചെയ്യാൻ എടുക്കുന്നതാണ്. ബേക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ പ്രീ ഹീറ്റ് ഓവൻ ചെയ്യണം. ഇത് ചെയ്യുമ്പം തന്നെ പ്രീ ഹീറ്റ് ചെയ്യുക ഈ ഫില്ലിങ് തയ്യാറാക്കുമ്പം. എന്നിട്ട് ഓവനിലേക്ക് ഒരു 170 ഡിഗ്രീസിൽ ഒരു 20-25 മിനിറ്റിലേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്, ഈസിയാണ്.